വയനാട്ടിലെ അടുത്തൊരു ദിവസം രാവിലെ തന്നെ എണീക്കുമ്പോൾ അത്യാവശ്യം നല്ല മൂടലും അതേപോലെ തന്നെ നല്ല തണുപ്പും. ഞാനും അവളിലും കൂടെ നേരെ നല്ലൊരു ചൂട് കട്ടനെല്ലാം കുടിക്കാന്നും പറഞ്ഞ അടുത്തുള്ള ഒരു ചായക്കടയിൽ പോയി ചൂട് കട്ടനെല്ലാം കുടിച്ച് തിരിച്ച് നേരെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല മൂടലും ചെറിയ വെയിലും കയറി വരുന്നു. ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ പുതിയതായിട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു 4-സ്റ്റാർ ഹോട്ടൽ. ഈ കാണുന്ന റോഡും അധികമൊന്നും ആയിട്ടില്ല, ഒരു 6 വർഷം കൊണ്ടായിട്ടുള്ളൂ ഓപ്പൺ ആയിട്ട് ബൈപ്പാസ് റോഡ്. തിരിച്ചു പിന്നെ നേരെ റൂംസിന്റെ അവിടെ എത്തിയപ്പോഴത്തേനും എയ്സൂട്ടനുമായിട്ട് വാപ്പി ഇങ്ങനെ വെളിയിൽ നിൽക്കുന്നതാണ്. തിരിച്ചു പിന്നെ ഞാൻ നേരെ പോയി കുളിച്ച് റെഡിയായി വരുമ്പോഴത്തേനും എല്ലാരും കൂടെ താഴെ പോയിരുന്നു ഊഞ്ഞാലി ഇരുന്ന് ഇങ്ങനെ കളിച്ചോണ്ടിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം വീണ്ടും താഴെ ഇറങ്ങിയപ്പോ കുറച്ചു നേരം ഞങ്ങളും അവിടെ നിന്ന് ഊഞ്ഞാലിലിരിക്കുകയും ഫോട്ടോസും ഒക്കെ അങ്ങനെ ആയിട്ട് കുറെ നേരം അവിടെ നിന്ന് സമയം കളഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് ഓരോരുത്തരുടെ ഫാമിലി ആയിട്ടും സിംഗിൾ ആയിട്ടും അങ്ങനെ ഓരോ ഫോട്ടോസ് എല്ലാം എടുത്തതിന് ശേഷം ഞാനും എയ്സൂട്ടിനോട് കുറച്ചു നേരം ഊഞ്ഞാലി ഇരുന്ന് ചെറിയ ആട്ടോ ഒക്കെ ആടിക്കൊണ്ടിരിക്കുമ്പോൾ വന്ന് വൈഫ് എന്റെ ഫ്രണ്ടിലേക്ക് ഇരിക്കുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. അവിടുന്ന് പിന്നെ നേരെ അടുത്തൊരു ഡെസ്റ്റിനേഷൻ പോകാൻ വേണ്ടി തിരിച്ച് നേരെ മുക്കളത്തേക്ക് കയറി. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ താമസിച്ച ഹോട്ടലിന്റെ റിസപ്ഷൻ ഏരിയ, ചെറിയൊരു റിസപ്ഷൻ ഏരിയ. ഇവിടെ ആണെങ്കിലോ നമുക്ക് പോകേണ്ട സ്ഥലങ്ങളുടെ മാപ്പും കിലോമീറ്റേഴ്സും കാര്യങ്ങളും എല്ലാം അവിടെ ഒട്ടിച്ചിട്ടുണ്ട് ഭിത്തിയിൽ. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ കൽപ്പറ്റ ജംഗ്ഷനിലെത്തി. അതിന്റെ അടുത്തായിട്ടുള്ള ഒരു ഹോട്ടലിലേക്ക് കയറി. ഹോട്ടലെല്ലാം നല്ലതാണ്, പക്ഷെ ഫുഡും ഒക്കെയാണ്. അവിടുത്തെ സർവീസും കാര്യങ്ങളൊന്നും അത്രയും അങ്ങോട്ട് ശരിയായില്ല. കാരണം ആളും ഒക്കെ കൂടുതൽ വരുമ്പോഴത്തേനും സ്റ്റാഫിന്റെ ഷോർട്ടേജുകളുണ്ട്. അവസാനം ഞങ്ങളൊക്കെ തന്നെയാണ് ഫുഡ് എല്ലാം എടുത്തുകൊണ്ട് വന്ന് എടുക്കുകയൊക്കെ ചെയ്തു. ഫുഡും കഴിച്ചിറങ്ങി വെളിയിൽ നിന്ന് നേരെ വണ്ടിയിൽ കയറി അടുത്ത ഏരിയയിലേക്ക് ഞങ്ങൾ പിന്നെ നേരെ അങ്ങ് ഒരു സൈഡിൽ അളിയായിരുന്ന വണ്ടി ഓടിക്കുന്നത്, ഞാൻ ഒരു സൈഡിൽ ഇങ്ങനെ റെസ്റ്റിൽ വരും. ഇനിയിപ്പോ നമ്മൾ എങ്ങോട്ടാണെന്നല്ലേ പോകുന്നത്, വേറെ എങ്ങോട്ടല്ല, ബാണാസുര ഡാം കാണാൻ വേണ്ടി പോകും. നേരെ പകുതി എത്തുമ്പോഴത്തേനോ ഡാമിന്റെ ഷട്ടർ ഏരിയ എല്ലാം നമുക്ക് കാണാൻ പറ്റും. തിരിച്ച് ഫ്രണ്ടിലാണെങ്കിലോ പാലത്തിൽ കൂടെ നമ്മൾ MG പോകും. നേരെ പിന്നെ നമ്മള് അതിന്റെ പാർക്കിംഗ് ഏരിയയിലെത്തി. അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴത്തേനും പഴയ ഒരു ബിൽഡിംഗ് കാണും. എനിക്കൊന്ന് KSBയുടെ ഒക്കെ അണ്ടറിലായിരിക്കും ഇപ്പോൾ. തിരിച്ച് കുറച്ചുകൂടെ മുന്നോട്ട് നിന്ന് വണ്ടിയെല്ലാം പാർക്കിംഗ് ഇട്ട് നേരെ ടിക്കറ്റ് കൗണ്ടറിൽ വന്നു ടിക്കറ്റ് എല്ലാം എടുത്ത് കൂടെ വന്നവരെ എല്ലാം വിളിച്ച് നേരെ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേനും ബാക്കിയുള്ളവർക്ക് നടക്കാനോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ ഉള്ളവർക്കാണെങ്കിൽ അവർ തന്നെ അവിടെ വണ്ടി അറേഞ്ച് ചെയ്തിട്ട് ഒരാൾക്ക് 20 രൂപയുള്ളൂ. ആ കാണുന്നതാണ് അതിന്റെ ക്യൂ. തിരിച്ചു പിന്നെ ഞങ്ങൾ കുറച്ചുപേര് മുന്നിലോട്ട് നടന്നുപോയി. ബാക്കിയുള്ളവരാണെങ്കിലോ ബസ്സിൽ വരാനും വെയിറ്റ് ചെയ്തു. നേരെ ഒരു സൈഡ് അതിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴത്തേനും നമ്മളെ സിപ്പ് ലൈനൊക്കെ പോകുന്ന കാണാനും പറ്റും. ഇങ്ങനെ ദൂരെയോട്ട് നോക്കുമ്പോഴത്തേനും അത് കാണാനും നല്ല ഭംഗി. തിരിച്ച് ഞങ്ങൾ മുകളിലെത്തി നേരെ നോക്കുമ്പോഴത്തേനും ഡാമിന്റെ ഭംഗി അത് നല്ലൊരു രസം തന്നെയാണ്. പറഞ്ഞറിയിക്കുന്നതിനേക്കാളും നമ്മൾ അവിടെ നിന്ന് തന്നെ കാണും. തിരിച്ച് അവിടെ നോക്കുമ്പോഴത്തേനും ഈ കാട് കയറി കിടക്കുന്നിടത്തെല്ലാം ഒരു മിഷ്യൻ വെച്ച് അടിച്ച് വൃത്തിയാക്കും. അതും നല്ല രസം തന്നെയാണ് കാണാൻ. ഡാമിന്റെ കുറച്ച് സൈഡിലേക്ക് വരുമ്പോഴത്തേനും മുകളിലെല്ലാം സോളാർ ചെയ്തിട്ടിരിക്കുക, എന്തിനാന്ന് അറിയത്തില്ല. അതിന് തിരിച്ച് ഞാനും അളിയനും കൂടെ ഒരു 360 ഡിഗ്രി വീഡിയോ എല്ലാം എടുത്ത് താഴേക്ക് നോക്കുമ്പോഴത്തേനും ഈ കാണുന്ന പോച്ചയെല്ലാം അവിടെ ഇങ്ങനെ ഒരു കാട് തെളിച്ചോണ്ടിരിക്കുക. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേനും എയ്സൂട്ടിനും ഉമ്മയെല്ലാം ബസ്സിലാണ് വന്നത്. അങ്ങനെ എയ്സൂട്ടൻ നേരെ എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ പിന്നെ ആളെ എടുത്ത് ഞങ്ങൾ കുറച്ചു നേരം ഇങ്ങനെ ഒന്ന് കറങ്ങിയൊക്കെ ചെയ്ത് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ. അത് കഴിഞ്ഞ് തിരിച്ച് നോക്കുമ്പോൾ ഒരു സൈഡിലോ അളിയന്റെ വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കുന്ന എൻ്റെ അനിയൻ. പിന്നെ ഞങ്ങൾ തിരിച്ച് നേരെ കുറച്ചുകൂടെ മുന്നോട്ട് ചെന്നു. അവിടെ നോക്കുമ്പോഴത്തേന് അതിന്റെ അടുത്തൊരു സൈഡിൽ കുറച്ചുകൂടെ സൂപ്പർ ഏരിയ ആണ്. എന്നെക്കാളും മുന്നേ എയ്സൂട്ട് ഇങ്ങനെ ഓടിപ്പോ അങ്ങോട്ട്. തിരിച്ചു പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് കുറച്ചു നേരം നിന്ന് അവിടെ നിന്ന് കുറെ ഫോട്ടോ എല്ലാം എടുത്തതിന് ശേഷം ഈ കാണുന്ന വൈറ്റ് ബസ്സില്ലേ അതിലാണ് പിന്നെ ഞങ്ങൾ താഴോട്ട് പോയത്. മാക്സിമം നമ്മളെ വീഡിയോ അടുത്തതും സപ്പോർട്ട് ചെയ്യണേ.